ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായിട്ട് വരുന്നത് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ്. അതിൽ പ്രധാനം ലെബനോനിൽ നിന്നും ഹിസ്ബുള്ള വ്യാപകമായി ഇസ്രായേലി പട്ടാളക്കാരെ പിടികൂടിയിരിക്കുന്നു എന്നറിയിക്കുവാനാണ്. അനേകം പട്ടാളക്കാരെ ലെബനോൻ ബന്ദികളാക്കിയിരിക്കുകയാണ്. ഈ വിവരമറിഞ്ഞ് ഇസ്രായേൽ ആകെ ഞെട്ടിപ്പോയി. കാരണം അവരുടെ ഒരുപാട് പട്ടാളക്കാർ ഈ ലെബനോൻ്റെ തടങ്കലിലായി, ബന്ദികളായി. ഇനി ഈ ബന്ദികളെയും കൂടി രക്ഷിക്കാൻ വേണ്ടി ഇവന്മാർ കിടന്ന് ഓടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ലെബനോനും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. കാരണം രക്ഷയില്ല, ഇപ്പോൾ അവരുടെ പട്ടാളക്കാരെ ഒരുപാട് പിടികൂടിയിരിക്കുകയാണ്. ഇതെല്ലാവരെല്ലാം ബന്ദികളാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ള പിന്മാറാൻ തയ്യാറല്ല. ലെബനോനിലെ അൽ ബയാദ പട്ടണത്തിൻ്റെ പരിസരത്ത് നിന്നാണ് ഇവർ ഈ പട്ടാളക്കാരെ പിടികൂടിയിരിക്കുന്നത്. അതിൽ ടാങ്കുകളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. പട്ടാളക്കാർ മാത്രമല്ല, അവരുടെ ആയുധങ്ങൾ, ടാങ്കുകൾ. ഞാൻ നിങ്ങളെ ചില ചിത്രങ്ങളൊക്കെ കാണിക്കാം. അവർക്ക് രക്ഷയില്ലാതെ കീഴടങ്ങുകയായിരുന്നു. 4 വശത്തു നിന്നും ഹിസ്ബുള്ളയുടെ പോരാളികൾ അവരെ വളഞ്ഞിട്ട് എല്ലാവരും കൂടി നിലവിളിച്ച് അവസാനം കീഴടങ്ങേണ്ടി വന്നു. അല്ലേ പിന്നെ മരിക്കേണ്ടി വരില്ലേ? ഇവന്മാർക്കറിയാമേലേ അവരുടെ കൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർത്ത് കളയും. ഏതായാലും ഹിസ്ബുള്ള അവരെ കൊന്നിട്ടില്ല, ബന്ദികളാക്കിയിട്ടേ ഉള്ളൂ. തിരിച്ച് ഈ ഇസ്രായേലായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തേനെ. ഈ കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനോനിലെ അൽ മഷൂക്ക്, അൽ ബുർജ് സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാവരും മാറിക്കോ, ഞങ്ങളിതാ ബോംബിടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇവന്മാരുടെ പരിപാടിക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, അപ്പം തന്നെ അടിക്കുക. ലോകത്തിന് മുന്നേടി ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, എല്ലാവരും പിന്മാറാൻ പറഞ്ഞാന്ന് പറയുകയും ചെയ്യും. പറഞ്ഞു തീരുന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ കൊണ്ടുപോയി സംഗതി അടിച്ച് എല്ലാവരെയും കൊല്ലും. ഇതാണ് അവന്മാരുടെ പരിപാടി. അങ്ങനെ അവർ ബോംബിട്ടുകൊണ്ട് തൊട്ട് പിന്നാലെ ഈ പട്ടാളക്കാരെയും ടാങ്കുകളുമായിട്ട് കയറിക്കൊണ്ടാണ് അവരെ ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് ആക്രമിക്കും, എന്നിട്ട് പട്ടാളത്തെ കയറ്റിവിടും. ഇങ്ങനെ സംഭവിച്ചതാണ് ഹിസ്ബുള്ളയുടെ മുന്നിലേക്ക് ഈ പട്ടാളക്കാരെല്ലാം വന്ന് ചാടിക്കൊടുത്തത്. അവർ കെണി വെച്ച് പിടിച്ചെന്ന് വേണേൽ പറയുന്നതാണ് ശരി. ഇവന്മാരെല്ലാം പെട്ട് കിടക്കുകയാണ്. ഇപ്പം കോംപ്രമൈസ് ചർച്ച നടക്കുകയാണ് പട്ടാളക്കാരെ വിട്ടുകൊടുക്കാൻ വേണ്ടി. പക്ഷേ അവർ വിട്ടുകൊടുക്കില്ല. അല്ല, അങ്ങനെയല്ലല്ലോ. ആരെങ്കിലും പിടി കൂടിയ ഉടനെ തന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കൂ. ചർച്ചയൊക്കെ ഒരു വഴിക്ക് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അടുത്ത ദിവസം ചിലപ്പോൾ യുദ്ധം തീരാൻ സാധ്യതയുണ്ട്. കാരണം നിൽക്കക്കള്ളിയില്ല. ലെബനോനുമായിട്ടൊന്നും അടിച്ചാലൊന്നും ഇസ്രായേലിൽ നിന്ന് നേടുകയൊന്നുമില്ല. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു വാർത്തയും കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഈ യുദ്ധം ഉടനെ അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ട്രൂ പ്രോമിസ് 3 ആരംഭിക്കാൻ വേണ്ടി അവരെല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഇസ്കന്ദർ എന്നൊരു മിസൈല് ഇറാന് കൈമാറി. അത് ഈ ട്രൂ പ്രോമിസ് 3യുടെ തുടർച്ചയായിട്ടാണ്. ഒരുപാട് ആയുധങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ തന്നെ റഷ്യ കൊടുത്തിട്ടുണ്ട്. അത് ആണവായുധം വായിക്കാൻ ശേഷിയുള്ളൊരു മിസൈലാണ്. ഇതവരെ കൈമാറിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം. ഇതൊന്നും വാർത്തകളൊന്നും പുറത്ത് വന്നിട്ടില്ല കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഈ പറയുന്ന വാർത്തകൾ പലതും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, അറിയാൻ കഴിയും. നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇസ്കന്ദർ എന്നൊരു പറഞ്ഞ മിസൈല് ഇറാൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം അണുവായുധം അടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും സാധ്യത ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല. ഇവരിങ്ങനെ ചെയ്യുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ അണുവായുധം ഉപയോഗിക്കാത്തത്. അല്ലെങ്കിൽ അവർ പണ്ടേ ചെയ്തേനെ. കാരണം അവർക്ക് നീക്കക്കള്ളിയില്ലല്ലോ. ഈ വെറുതെ ആയുധം കളഞ്ഞ് കാശം കളയുന്നതിനേക്കാൾ ഭേദം അടിച്ച് എല്ലാം കൂടെ തൂഫാനാക്കിയാൽ പോരെ. അത് ചെയ്യാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഗാസ മുനമ്പിൻ്റെ വടക്കൻ ഭാഗത്തുള്ള ബെയ്ത്ത് ലാഹിയയിലെ ഒരു വീട്ടിലേക്ക് ഇരച്ച് കയറിയ പട്ടാളക്കാരെ, ഏതാണ്ട് 10ലധികം 15 20 പട്ടാളക്കാരുണ്ട്. മെഷീൻ ഗണ്ണും ഗ്രനേഡുകളൊക്കെ ആയിട്ട് ഇവർ കയറിയതാണ്. പക്ഷേ അതിനേക്കാൾ വലിയ ആയുധങ്ങളും വെച്ച് ഈ ഹമാസ്, അൽ ഖസാം ബ്രിഗേഡ് വളഞ്ഞ് പിടിച്ച് അവന്മാരും ഇപ്പോൾ പിടിയിലാണ്. അവരുടെ ആയുധങ്ങളും എല്ലാം പിടിച്ചെടുത്ത് ഒരുപാട് പട്ടാളക്കാർ ഇന്നലെയും ഇന്ന് മറ്റും, ഇതൊക്കെ ഇന്നത്തെ വാർത്തകളാണ് ഞാൻ ഈ പറയുന്നത്. ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ ഒരുപാട് പേരെ പിടികൂടിയിട്ടുണ്ട്. ഇന്ന് മറ്റൊരു വാർത്ത ഇന്നിപ്പോൾ ഉടനെ വന്നിട്ടുണ്ട്. ഇസ്രായേലിൽ വൻ റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ് പട്ടാളത്തിലേക്ക്. ആളുണ്ടെങ്കിൽ പോകാം കേട്ടോ. നിങ്ങൾക്കും പോകാം, കുഴപ്പമൊന്നുമില്ല. നല്ല ശമ്പളം കിട്ടും, മരണവും കിട്ടും. അപ്പം ഞാനെങ്കിൽ ചിലപ്പോൾ പൗരത്വമൊക്കെ തരും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് പോകാം. ഇവിടെ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നേരെ ഇസ്രായേലിലേക്ക് വിട്ടു. ചിലപ്പം ലാക്കുണ്ടെങ്കിൽ ശമ്പളവും കിട്ടും, അവിടുത്തെ ചിലപ്പോൾ പൗരത്വം കിട്ടും, ജോലി കിട്ടും.
ഇല്ലെങ്കിൽ അതിന് ആത്മഹത്യ നടക്കല്ലേ, എന്നാൽ പിന്നെ മരിച്ചേക്കാമല്ലോ, യുദ്ധത്തിലങ്ങ് മരിക്കാമല്ലോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഈ ഇസ്രയേൽ മോഹികൾ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അവർക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ, ഈ വെയിലും കൊണ്ട് ഇതിലേക്കൂടെ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇപ്പോൾ നല്ല നല്ല കാറ്റുണ്ട്. ഈ ബോംബൊക്കെ വന്ന് വീഴുമ്പോൾ, മിസൈൽ വീഴുമ്പോൾ ഇതിൻ്റെ നല്ല മ്യൂസിക് ഉണ്ടാവും, നല്ല പവർഫുൾ, നല്ല ഹൈ വോളിയത്തിലായിരിക്കും അത് വീഴുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കാറ്റുമൊക്കെ ഉണ്ടാവും, കുറച്ച് പൊടിയൊക്കെ പറക്കും, അത് സാരമില്ല, അത് നല്ല കാശ് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിലേക്ക് പോയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ ആൾക്കാരാണെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. പണ്ട് ഇറാഖിൽ ഇതുപോലെയായിരുന്നു. ആൾക്കാർ ഓരോ രാജ്യത്ത് എന്നിട്ട് അതിലേക്കൂടെ നുഴഞ്ഞു കയറി ഇറാഖിൽ കയറിയിട്ട് അവസാനം കുടുങ്ങി അവർ പിടിച്ച ISS അവരെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ കിടന്ന് നിലവിളിക്കുക, ഇന്ത്യക്കാരെ ബന്ദികളാക്കി പിടിച്ചു വെച്ചതെന്ന് പറയും. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് പോകണം പിടിച്ചുകൊണ്ട് വരാൻ, ഇവരെ കൊണ്ടുവരാൻ കാശും മുടക്കിയിട്ട് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി പോകണം ഇന്ത്യ ഗവൺമെൻറ്റേ. അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഈ വെടിക്കെട്ട് നടക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഈ ചീള് പറക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലത്തെ കുറച്ച് ആൾക്കാർ യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ജോലി അന്വേഷിച്ച് പോവുക. ഇങ്ങനെയാണ് ഈ അഫ്ഗാനിസ്ഥാനിലേക്കും ഈ ഇറാഖിലേക്കും ഒക്കെ ആൾക്കാർ പോയി ചാടിക്കൊടുക്കുന്നത്. നമ്മൾ പറയത്തില്ലേ ഇസ്രയേലിലേക്ക് ആട് മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നൊക്കെ പറയത്തില്ലേ, ഇതാണ് സാധനം. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സിറിയയിൽ ഈ ആട് മേയ്ക്കാൻ മലയാളിക്ക് എന്താ പരിചയം? മലയാളി ആരെങ്കിലും ആട് മേയിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ ഈ മലയാളിക്ക് അറിയാവോ? കുബൂസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അഫ്ഗാനി കഴിക്കുന്ന ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും മലയാളിക്ക് അറിയാവോ? അതുപോലെ യുദ്ധപരിചയമുണ്ടോ? ഏതെങ്കിലും മലയാളിക്ക് ഒരു യുദ്ധപരിചയമുണ്ടോ? അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ സിറിയയിലോ പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും മലയാളിക്ക് യുദ്ധം ചെയ്ത് പരിചയമുണ്ടോ? ഇവനെന്തിനു പോകുന്ന? ഈ പടക്കത്തിൽ നിന്ന് പറക്കാൻ വേണ്ടി പോകുന്നതാണ്. പൊട്ടാതെ വല്ലം കിടപ്പുണ്ടെങ്കിൽ അതിനകത്ത് നിന്നെല്ലാം വിട്ട് ആക്രി പറക്കിക്കൊണ്ട് ഇന്ത്യ കൊണ്ടുവന്ന് വിൽക്കാം. ഇതിനു വേണ്ടിയാണ് പോകുന്നത്. അതിനിവിടുത്തെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് കിടക്കപ്രതിയില്ല. എന്താ തീവ്രവാദികൾ മതം മാറ്റി ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി, സിറിയയിലേക്ക് കൊണ്ടുപോയി അവിടെ എന്നാ കുഴുങ്ങി വെച്ചിരിക്കുന്നത്? ഇവർക്ക് എന്നാ അറിയാവുന്നേ? മതം മാറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പെണ്ണുങ്ങളെ മതം മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി ആട് മേയ്ക്കാൻ ഇവരെ ആട് മേയ്ച്ച് നടന്നവരാണ്. അതിലേക്കൂടെ വലിയ പരിചയമുള്ള ആട് മേയ്ക്കുന്ന തന്നെ വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. കണ്ടില്ല, ബെന്യാമിൻ്റെ പുസ്തകം വായിച്ചാൽ പോരാ, നജീബ് പറയുന്ന ആടിനെ തീറ്റ കൊടുക്കുന്നതും അതിനെ മരുഭൂമി കൊണ്ട് മേയ്ക്കുന്നതും അതിനെ കുളിപ്പിക്കുന്നതും അതിനെ ഒന്ന് പരിചരിക്കുന്നതൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ചുമ്മാ കൂളായിട്ട് വിളിച്ചങ്ങ് പറയുക ഓരോരുത്തരിരുന്നുകൊണ്ട്. ആട് മേയ്ക്കാൻ വേണ്ടി സിറിയയിൽ കൊണ്ടുപോയി, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി. ഈ മലയാളിക്ക് എന്നാ പരിചയം? ആട് മേയിച്ചും യുദ്ധം ചെയ്തു. ഇതൊക്കെ മുസ്ലിങ്ങളെ, അതായത് ഒന്നുമില്ല പറയാൻ, അതിനുവേണ്ടി ഇവിടെയുള്ള സംഖ്യയും കൃസംഖ്യയും ഒക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്ന സാധനമാണ്. ഒരു കാര്യമില്ല പറയാൻ. ഇവന്മാരൊക്കെ യുദ്ധം നടക്കുന്ന ഇറാഖിലും ഈ ഇസ്രായേലിലും ഉക്രൈനിലോട്ടൊക്കെ പോയി അവിടെ പോയി യുദ്ധത്തിൽ ചേരുന്നതിനും യുദ്ധം പങ്കെടുക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങളാവാൻ പാടില്ല. മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ അവൻ തീവ്രവാദിയാണ്. ഇവിടുന്ന് മുട്ടി നിൽക്കുന്നവരുണ്ട് ഇസ്രായേലിൽ പോയി യുദ്ധം ചെയ്യാൻ പറ്റാഞ്ഞിട്ട്. എന്തിന്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോക്കോ, നേരെ വിട്ടോ, ഏതെങ്കിലും കറങ്ങി തിരിഞ്ഞോ ഇതിലേക്കൂടെ പോയി ദുബായ് വഴിയോ ഒരു ഇതൊക്കെ പോയിട്ട് ചെന്നിട്ട് നേരെ ഇസ്രായേലിൽ ചെല്ല്, യുദ്ധം ചെയ്യും. നേരെ അവിടെ നിന്ന് അവർ കയറ്റി വിടും, ലെബനോനിലേക്കോ ഗസയിലേക്കോ വിടും. അവിടെ പോയി ചെയ്യില്ല. അറിയാമല്ലോ, വിവരങ്ങളൊക്കെ അറിയാമല്ലോ, പോയിട്ട് വാ. ഇപ്പം എന്തായാലും കുറേ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. ഇനി യുദ്ധമൊക്കെ കഴിയുമ്പോൾ അവർക്ക് സമാധാനമായിട്ട്, അപ്പോൾ അവർക്ക് സന്തോഷമായിക്കാണ് പിടിച്ചപ്പം, കാരണം ഇവരെല്ലാം കൊല്ലുമല്ലോ. അതുകൊണ്ട് വല്ല ഭക്ഷണമൊക്കെ കൊടുത്തവരെ സൂക്ഷിച്ചോളും. യുദ്ധം കഴിയുന്നവരെ അവർക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും കഴിയാം. മറ്റേതാണെങ്കിൽ സ്വന്തം രാജ്യത്ത് പോലെ ഇസ്രായേലിൻ്റെ അടുത്ത് പോയാലോ, നെതന്യാഹു പിന്നെ അടുത്ത് ഇവൻ ചത്തില്ല തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 3 ദിവസം ലീവ് കഴിയുമ്പോൾ വീണ്ടും വിട്ടോളാൻ പറയും. നേരെ പൊക്കോ, ഇനിയും പോയിട്ട് നീ ചാകുന്നവരെ യുദ്ധം ചെയ്യാം. അതാണ് നിയമം. ഇസ്രായേലിൽ ഇപ്പോൾ അതാ അവസ്ഥ. ചാകാത്തവൻ തിരിച്ചു വന്ന് ലീവിന് വന്നാൽ അവൻ ചാകുന്നവരെ വീണ്ടും യുദ്ധത്തിന് വിടുക. പട്ടാളക്കാരുടെ അവസ്ഥ ഇതാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പട്ടാളക്കാർ കൂട്ടക്കരച്ചിൽ അവരുടെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് വീട്ടിൽ വരാൻ കഴിയില്ല. നമ്മളൊക്കെ പട്ടാളത്തിൽ ഈ ലീവിന് വരുമല്ലോ, അവർക്ക് ലീവിന് വന്നാൽ പറ്റിയല്ല. ലീവിന് വന്നാൽ ഇതാ അവസ്ഥ. പിറ്റേന്ന് വിളിക്കും, വിട്ടോ, നീ ചത്തിട്ടില്ലേ? എന്നാൽ വിട്ടോ, നേരെ വിട്ടിട്ട് പോയി വീണ്ടും ചത്തിട്ട് വാ, ഞങ്ങളിവിടെ കൊണ്ട് കുഴിച്ചിട്ടോളാം. ഈ അവസ്ഥയാണ്. എന്തായാലും ഒരു ആണവ യുദ്ധ സാധ്യത വരുന്നുണ്ട് കേട്ടോ. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു വിഷയമുണ്ട്. റഷ്യ ഒരു ആണവ യുദ്ധത്തിന് തയ്യാറാകുന്നുണ്ട്. ആ വിഷയം കൂടി ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ ഡീറ്റെയിൽ ഇട്ട് പറയും. കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റഷ്യയ്ക്കുള്ള മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ്.